വിദ്യാർത്ഥികളുടെ ഇടയിൽ MDM പെരുകുന്നു. അങ്ങനെ കാരണം കുട്ടികൾ MDM MBBS എന്തെങ്കിലും ഒന്ന് എടുക്കണം. നമ്മളോട് ഇന്റെ ഡിഗ്രി കഴിഞ്ഞ് വരുത്താം 10 പൈസന്റെ ഉപകാരം അവനെ പഞ്ചർ ഒട്ടിക്കണത്. കുറുപ്പ് സാറോ? അയ്യോ കുഞ്ഞാപ്പോ എന്ത് നിങ്ങൾ എന്നെ വിളിച്ചോ? കണ്ടജ് കുട്ടികളൊക്കെ പഠിച്ചിക്കാണ്ട് MDM അയ്യോ അയ്യോ ഞാൻ ഓഫീസിൽ പോകണ്ടതാ എന്നതാ കാണിച്ചേ. അപ്പൊ എല്ലാം പറഞ്ഞ മാതിരി ഇൻഷാല്ല കല്യാണം നമുക്ക് ഉടനടി നടത്തണം. MBBS നല്ല നല്ല ജോലി കയറി തുടങ്ങി. കണ്ടോ പഠിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോത്തിന് മുമ്പ് ഞാൻ അവിടെ ഉണ്ടോ? എന്താ കുഞ്ഞാപ്പൂന്റെ ഫ്യൂച്ചർ പ്ലാൻ? അത് ഡാഡി ഞാൻ ഗൾഫ്. എന്താ ഭൈരവ ഓർമ്മയുണ്ടോ? പിന്നെ സാർ ഞാൻ ചെറുക്കിൽ പെണ്ണ് അടിക്കാണ്ട് വരികയാണ്. ഉറപ്പിച്ചു നല്ല പൈസക്കാരാണ്. അതിന്റെ ഇടയിൽ കൂടെ നശിപ്പിച്ചു. അത് ഉറപ്പിച്ചു. എന്റെ അമീബനേക്കാളും നല്ല കണ്ടോടി പാന്റും കാൽസറായും ബെൽറ്റും എന്നാ ഒരു പരിഷ്കാരി. അതെ അതാണ് ഞാൻ പറഞ്ഞത്. ഗൾഫിക്ക് പോകണം, 10 ഉറുപ്യ സമ്പാദിക്കണം. ബട്ട് ഡാഡി ഓക്കെ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ഒരു കൊച്ചു വീട്, അതിൽ ഉപ്പയും ഉമ്മയും 7 പെങ്ങന്മാരും ഞാനാണ്. ഈ പെണ്ണനെ വെറുതെ ലഭ്യനെ പറയാൻ നിൽക്കണ്ട. ആ പെണ്ണിന്റെ പല്ലുണ്ടെങ്കിൽ ഓരോട് കമ്പിട്ടിക്കണം. അതിനെ ഞാൻ പണ്ടാറടിക്കുന്നു, കെട്ടി തന്നെ കൂട്ടിക്കും. നാട്ടുകാണ്ട് ഇറക്കി കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ കൂടി എത്തന്റെ പെണ്ണിന്റെ പരിഷ്കാരിയായ ഒരുത്തനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഇഷ്ടമാവും, എനിക്കറിയാം. ആ മുഖത്ത് എനിക്ക് മനസ്സിലാവും. ഞാൻ PGക്ക് പോയാലോ? ഞാൻ PGക്ക് പഠിച്ചിട്ട് എന്തെങ്കിലും ജോലി നേടണം. അല്ലെങ്കിൽ ഒരു മിനിറ്റ്, സിനിമ എടുക്കാനല്ല, ഈ ജോലിക്കല്ല വന്നിക്കണേ. ഓക്കെ വാട്ട് ഈസ് GDP? ഇങ്ങനെയെന്ന് ചോദിച്ചാ അതിന് വജ്ജി ഞാൻ കണ്ടോളൂ. പോന്നാ മതി. കാണിച്ചരാ ഇങ്ങോട്ട് വാ. ജല പറഞ്ഞു കണ്ണാണൂല, കണ്ണ് തുറന്നു നോക്കേ. വായിച്ചോക്കാം. അമ്മന്റെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അത് അതിവിനയമായി പോകും. കാരണം വിദ്യാഭ്യാസവും പരിഷ്കാരവും ഉള്ള ഒരു പെണ്ണിന് ഡാഡി റെയിൽവേയിൽ 5810 വേക്കൻസി ഉണ്ട്. ഞാൻ അതിലൊന്ന് നോക്കിയാലോ? കുട്ടി എവിടെ? നാവിന്റെ തുമ്പത്തുണ്ട് സാറേ. വാട്ട് ഈസ് GNP? ഞാൻ നിനക്കൊരു പുതിയ ജീവിതമായിട്ട് വന്നിരിക്കേണ്ട ഭൈരവ. പുതിയ ജീവിത ഇതിനകത്താ? ഏയ് നോക്കട്ടെ. അതൊന്നുമല്ല, അതല്ല ഞാൻ ഞാൻ റെയിൽവേയില് ജോലി എടുക്കണമെങ്കിൽ റെയിൽവേയിൽ എടുക്കണം. കൊമ്പങ്കാട്ടത്തെ കുട്ടി റെയിൽവേയില്. പക്ഷെ പച്ചേ ഞാൻ ബാങ്കിൽ ഒരു മൃഗഡോക്ടറില്ലാന്ന് വെച്ച് നാട്ടിൽ ഇത്രയും വലിയ കലാപമൊക്കെ ഉണ്ടാവൂ? അതാണ് ഭൈരവ പോക്കണം കൂടെ. കമ്പിയുടെ കാലം കഴിഞ്ഞു. അമ്മന്റെ കമ്പിന്റെ കാലം കഴിഞ്ഞു. എമ്മാന്റെതോ യമന്റെ ഡെന്റൽ സെന്ററിലേക്ക് പോവാണെങ്കിൽ ഇനി പല്ലിന് കമ്പിടേണ്ട ആവശ്യമില്ല. ഞാൻ ഇവനാണോ പരിഷ്കാരി? പരിഷ്കാരം എന്ന് പറയുമ്പോ ഇതൊരു മാതിരി. അല്ല കുഞ്ഞച്ചൻ ഇതിലൊന്നും കയറി ഇടപെടണ്ട. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാ. ജോലി നോക്കിയാലോ? പോയോ? എവിടെ? ഞാൻ ബാങ്കില്. കൊമ്പങ്കാട് തറവാട്ടിലൊരു ബാങ്ക് മാനേജർ. GNP അതിന്റെ നാവിന്റെ തുമ്പത്തുണ്ട് സാറേ. തലക്ക് വെളിവില്ലാത്ത കുറെ മെമ്പർമാര്. എന്തായാലും തനിക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് എന്ത് പ്രശ്നം? എന്ത് കുലുമാരുണ്ട് പറയണതേ അനക്ക് ഞാൻ വ്യക്താക്കി തരാം. ആ യമന്റേക്ക് നടക്കേ വാ. ആദ്യേ അന്റെ കൊന്തറ പല്ലൊന്ന് ശരിയാക്കണം. ഇപ്പത്തെ കാലത്ത് പോയേ. ഞാനിവിടെ ഒരു വാടകക്കാരനായിട്ട് ഇവിടെ താമസിക്കുകയാണെങ്കിലും നമ്മളൊരു കുടുംബം പോലെയല്ലേ ചേട്ടത്തി? ഞാനും മോളിക്കുട്ടി നമ്മളെ അതിന്റെ സ്വപ്നം ഞാൻ ബാങ്കും SSC റെയിൽവേ ഒക്കെ കൂടി ഒരുമിച്ച് പഠിച്ചാൽ കണ്ടാവും. ഇങ്ങനെ കാലത്ത് വാങ്ങിച്ചൊരു സാധനമാണ് ഇതാ. ഇത് ചാവക്കാട് ഞാൻ ഡോക്ടറായപ്പോ വാങ്ങിക്കൊണ്ട് കൊച്ചു ഉപകരണം. ഇത് ഞാൻ കരുനാഗപ്പള്ളിയിൽ വികാരിയെ പല്ല് ശരിയാക്കാന് യമന്റെ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പല്ലില്ലാത്തിനായിട്ട് കെട്ടിയാലോ? അതാണ് ഏറ്റവും നല്ലത്. ഇവന്റെ പെണ്ണുങ്ങളെ പല്ലുമത്തെ കമ്പി എടുക്കണം. സമ്മാനം വേറെയുണ്ട്. എന്റെ വകയല്ല, ചേച്ചിയുടെ വക. അതൊക്കെ എന്റെ സൂസിക്കുഞ്ഞിഞ്ഞ് വാങ്ങിച്ചു നന്നാച്ചാ മതി. നാവിന്റെ തുമ്പത്ത് നല്ലത് വരുന്നുണ്ട്. ഞാൻ വിളിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മിസ് അടിച്ചാൽ മതി. ഒന്നുമില്ലേ അവിടെ എത്തും, അല്ലെങ്കിൽ അപ്പൊ തന്നെ തിരിച്ചു വിളിക്കും. ഞാൻ ബാങ്കും SSC റെയിൽവേ ഒരുമിച്ച് പഠിച്ചാന്ന് പറഞ്ഞപ്പോ എന്നെ തല്ലി. അതുള്ളതാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കേ. ആയിട്ടുള്ള സമയത്തുള്ള ലോഹയാണ്. അങ്ങനെ പല സംഭവങ്ങളും ഈ പെട്ടിക്കകത്തുണ്ട്. നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. വേണ്ട വേണ്ട വേണ്ട, അത് പിന്നെ എനിക്ക് വിശ്വാസമില്ലേ.
അപ്പോ അതല്ല അലീനർ വെക്കണ്ടേത്. അതിന് ഞാൻ പെണ്ണെട്ടിട്ടില്ലല്ലോ. കിട്ടുമല്ലോ. പെട്ടെന്ന് ഉറപ്പേ. ഈ അലൈനർ ട്രീറ്റ്മെന്റ് എന്ന് അവനിത് എന്നാ പറ്റിയതാ? അവൻ എന്നാ വർത്താനായി പറഞ്ഞത്? ഇനി വല്ല വട്ടുവാണോ? കെട്ടവളെ നീയല്ലേ ഇവനെയൊക്കെ ആഹാ തല്ല ആളെ കൂട്ടി വരെ എന്താ നിങ്ങൾ തമ്മിലായിക്കോളൂ. അടങ്ങി അടങ്ങി ഓൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ബാങ്ക്, SSC, റെയിൽവേ ഇത് മൂന്നും കൂടി നെക്സ്റ്റ് വെൽക്കം സർ. വെൽക്കം യു ടു ഓൾ. സോറി ട്ടാ, ഞാനൊരു നിമിഷം ചേർത്തിട്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റും. അതിന് ആ പൊട്ടൻ ഡിഗ്രി വരെ പോയിട്ടുള്ളൂന്ന്. ഇപ്പൊ പറഞ്ഞ ഈ 3 കോഴ്സും പഠിക്കാൻ ഡിഗ്രി മതി. അങ്ങനെ ഉണ്ടോ? ഈ ഗവൺമെന്റ് ജോലി കിട്ടണമെങ്കിൽ എന്തത്ര വൈകിയത്? സാറേ ബസ് കിട്ടാൻ ലേറ്റ് ആയി. മലേഷ്യയിലാണെന്ന് വിചാരിച്ചു പോയി. തെറ്റ് എന്റെ ഭാഗത്താണ്. ഞാൻ നിങ്ങളുടെ ഭാഷയിൽ തന്നെ നിങ്ങളോട് സംസാരിക്കാം. ഞാൻ ആദ്യമായി ഞാൻ ഓനെ എവിടെ കൊണ്ട് ഞാൻ പഠിപ്പിച്ചു? ഒന്നും നോക്കണ്ട, നിങ്ങൾ കോഴിക്കോടുള്ള വരാണ്ട റേസ് കൊണ്ട് ചേർത്തോളൂ. അങ്ങനെ ഉണ്ടോ? അതല്ലടോ, പ്രായത്തിന്റെ കാര്യം പറഞ്ഞേ. സാറേ മുമ്പ് ഒരു കമ്പനിയിൽ പണിയെടുത്തിരുന്നു. അവിടെ 8 ഷൂ പോളിഷ് ചെയ്ത ഒരു ബണ്ണ കിട്ടാം. വരാന്ത റേസ് പോയിക്കാണ്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞാണ്. എനിക്കൊരു ഗവൺമെന്റ് ജോലി വേണം. നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്നു. കുട്ടികളെടുക്കട്ടെ, എങ്ങനെ വരിയെടുക്കാം? എന്താ ബണ്ണോ? അല്ല, ശമ്പളം അത്ര ഉള്ളൂ എന്ന് പറഞ്ഞതാ. ബി ഇംഗ്ലീഷ്, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. Ladies and gentlemen, Mr. Panchayat President, Mrs. Panchayat President, other VIPs. പൈണ്ടക്കണക്കല്ല ഇൻട്രസ്റ്റ് സാറേ. ഓക്കെ, സെൽ മീ ദിസ് പെൻ. ഈ പെൻ എനിക്ക് വിൽക്കാൻ. Don't play boys, don't play boys. അലമുണ്ടാക്കണടാ. മൃഗീയ പഠനത്തിനായി പേന സാറ് വാങ്ങിയതല്ലേ, പിന്നെന്തിനു ഞാൻ പിന്നെയും വിൽക്കണ്? അത് സാറിന് നഷ്ടല്ലേ? എടോ തന്റെ സ്കില്ല്. ഇന്ന് സിലിണ്ടർ തന്നില്ലെങ്കിൽ തന്റെ സിലിണ്ടർ ഞാൻ നടക്കും. ബ്ലേഡി ബാസ്റ്റർഡ് നിന്റെ ഗ്യാസ് മണ്ണാൻ കേട്ടാ. താൻ പോയി കംപ്ലൈന്റ് ഇടോ. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെൽ മീ ദിസ് പെൻ. ഈ മാത്തുക്കുട്ടി അങ്ങോട്ട് തോറ്റല്ലോ. അവനൊരു ലൈനിൽ അയച്ചാ അന്ന് ചീത്ത മുഴുവൻ എനിക്കാ. ഒന്നും കൃത്യമായി ഡെലിവറി ചെയ്യുന്നില്ല. അതെങ്ങനെ? പുള്ളിക്കാരന് വേറെ 100 കൂട്ടം ജോലിയില്ലേ? സാറേ, സാറിന്റെ കുടുംബം 10 വയസ്സ് ഗതിയില്ലാത്തൊരു കുടുംബാന്ന് വിചാരിക്കും. അവിടെ സാറിന്റെ അപ്പൂപ്പം മരിക്കും. ഇവിടെ ബുക്ക് ചെയ്തിരുന്നോ ചേട്ടാ? വരാൻ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ കൊച്ചമ്മയും സാറും ഇല്ല. ായി കിടക്കാണ്. ഏകദേശം 200 കോടിയുടെ സ്വത്തുണ്ട് അപ്പൂപ്പന്റെ കയ്യിൽ. കറക്റ്റ് ടൈമിന് ഞാൻ കൊണ്ടുവന്നത്. ഒരു കൈ തരൂ, ഇതകത്ത് വെച്ചേക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നീ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. സാറാണെങ്കിൽ ദാരിദ്ര്യം പിടിച്ചത് നിക്കക്കല്ലില്ലാതിരിക്കുകയാണ്. അപ്പൂപ്പും അവസാന നിമിഷം സാറിനെ വിളിച്ചു. മൊട്ടയും മോൾമറ്റൊക്കെ ശരിക്കും കഴിച്ചോണം. ഇന്ന് ഇത്തിരി ബിസിയാ. ഒരു 100 സ്ഥലത്ത് കൊടുക്കാനുള്ളത് മുഴുവൻ ആ കാലമാടം പല്ലം പോയതിനകത്ത് കേട്ടിട്ടുണ്ട്. അത് മുഴുവൻ സാറിന്റെ പേരിൽ എഴുതി വെക്കാൻ പോവാണ്. അലമാറയിലുള്ള മുദ്ര പേപ്പർ എടുത്ത് വരാൻ പറഞ്ഞു. ഇനി സ്വത്ത് മുഴുവൻ സാറിന്റെ. പിന്നെ കഴിഞ്ഞ തവണ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മുഴുവൻ പോരണ അല്ല പേരിൽ എഴുതി വെക്കാൻ പോവാണ്. 200 കോടിയുടെ മുതലണക്കുള്ള പേരെങ്കിലും എടുത്തിട്ട് വാ. നോക്കിക്കേ, കംപ്ലീറ്റ് എലാസ്റ്റിക്കാ. വലിച്ചു പോർണ അവിടെ തപ്പിയിട്ട് കാര്യമില്ല. പേന ഇന്റെ കയ്യിലാണ്. കണ്ട മാലിയും മലേഷ്യ ഒന്നും അല്ല. ഒറിജിനൽ ഫ്രം ബോംബെ, ദുബായ്. എന്ത് തരും? എന്തും തരും. അപ്പൊ ഞാൻ നാളെ അല്ല, ആളുകൾ എന്നെ പറയും ഒരു പനി ഇറക്കിയ. ഇപ്പൊ ഇത്രേ ഉള്ളൂ, ബാക്കി പിന്നെ തരാം. മതി മതി മതി. ജോലിക്ക് വന്നോട്ടെ. യു ആർ അപ്പോയിന്റഡ്.